ഇടവകളിലെയും ശുശ്രൂഷ സംഘാംഗങ്ങളെ മാതൃകാപരമായി കൊണ്ടുപോകേണ്ട ചുമതല പ്രധാന ശുശ്രൂഷകർക്കുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് പ്രധാന ശുശ്രൂഷകർക്ക് അവരുടെ പഠിപ്പിക്കലുകളും അവരുടെ ഒരുക്കവും കാര്യങ്ങളും ഒക്കെ പ്രധാനപ്പെട്ട സംഗതികളാണ്. നമ്മൾ ആരാധനയിൽ നമുക്കറിയാമല്ലോ, ഓർത്തഡോക്സ് സഭയുടെ പൊതു സ്വഭാവം എന്ന് പറയുന്നത്, അതിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ആരാധനയുടെ മഹത്വമാണ്. ആരാധനയാണ് അതിനെ വേർതിരിച്ച് നിർത്തുന്നത് മറ്റ് സഭാവിഭാഗങ്ങൾ. അതുകൊണ്ട് തന്നെ ഓർത്തഡോക്സ് സഭകളെ പറ്റി പൊതുവെ പറയുന്ന പേര്, ഓർത്തഡോക്സ് ചർച്ചസ് ആർ കോൾഡ് എ ലിറ്റർജിക്കൽ കമ്മ്യൂണിറ്റി എന്നാണ്. ആരാധനാ സമൂഹം, ആരാധിക്കുന്ന സമൂഹമാണ് ആരാധനാ സമൂഹം. ആരാധനയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റെല്ലാ ശുശ്രൂഷകളും, അതിൻ്റെ എല്ലാ മാനുഷികമായ കാരുണ്യ പ്രവൃത്തികളും മറ്റെല്ലാ കാര്യങ്ങളും ഈ ആരാധനയുടെ മഹത്വത്തിൽ നിന്നും അതിൻ്റെ ജീവനിൽ നിന്നും നമ്മളിൽ അങ്കുരിക്കുന്ന ബഹിർസ്ഫുരണമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ആരാധന, അത് നമ്മുടെ എല്ലാ ശുശ്രൂഷകളും വളരെ ശ്രേഷ്ഠമാണ്. നമ്മുടെ ശവസംസ്കാര ശുശ്രൂഷയാണെങ്കിലും വിവാഹ ശുശ്രൂഷയാണെങ്കിലും എല്ലാം ശുശ്രൂഷകളും ഉദാശകളെല്ലാം തന്നെ നമ്മുടെ വിശുദ്ധ കുർബാനയും പട്ടത്വവും എല്ലാം ഒരു പെരുന്നാളുകൾ, നമ്മുടെ കഴിഞ്ഞത് പെരുന്നാൾ, പെന്തിക്കോസ്തി പെരുന്നാൾ നടത്തി. എന്ത് മഹത്വപൂർണമായ ഒരു ശുശ്രൂഷയാണത്. അതുപോലെ തന്നെ ദനഹ പെരുന്നാളാണെങ്കിലും ഒക്കെ ആ വെള്ളം വാഴുവിൻ്റെ ക്രമീകരണങ്ങളും അതിൻ്റെ ശുശ്രൂഷകളുടെ അതിൻ്റെ ഒരുക്കവും അതിൻ്റെ എല്ലാം തന്നെ വളരെ ശ്രേഷ്ഠമാണ്. അതൊരു മറ്റൊരു സഭയ്ക്കും അവകാശപ്പെടാൻ സാധ്യമാകാത്ത തരത്തിൽ മഹത്വപൂർണ്ണമായിട്ടുള്ള സംഗതിയാണ്. അത് ടെക്സ്റ്റിനകത്തുള്ളത് അനുഭവവേദ്യമാക്കി തീർക്കേണ്ടത് പുരോഹിതനും ശുശ്രൂഷകരും ചേർന്നാണ്. അവരത് ചെയ്യുമ്പോഴാണ്, ഭംഗിയായിട്ട് ചെയ്യുമ്പോഴാണ്, അനുഷ്ഠിക്കുമ്പോഴാണ്, പെർഫോം ചെയ്യുന്നതല്ല, അനുഷ്ഠിക്കുമ്പോഴാണ് അത് മഹത്വപൂർണ്ണമായിട്ട് മാറുന്നത്. അതുകൊണ്ട് അതിൻ്റേതായ ഒരുക്കവും കാര്യങ്ങളും എല്ലാം ഉണ്ടാകണം. പ്രധാനമായിട്ടും നമുക്കറിയാമല്ലോ, ആരാധനയിൽ ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി ആരാധനയിൽ സംബന്ധിക്കാനായിട്ട് വരുമ്പോൾ അദ്ദേഹം വരുന്നത് 3 ലക്ഷ്യത്തോടു കൂടിയാണ്. പ്രധാനമായിട്ടും 3 ലക്ഷ്യത്തോടു കൂടിയാണ്. ഒന്ന്, ആത്മീയമായ പുതുക്കം ഉണ്ടാകണം. രണ്ടാമത്തത്, കൗദാശിക ബന്ധം നടക്കണം. ക്രിസ്തുവുമായിട്ടുള്ള കൗദാശിക ബന്ധം നടക്കണം. മൂന്നാമത്, വചനത്തിലൂടെയുള്ള മാർഗദർശനം. വചനം നമുക്കറിയാമല്ലോ, പ്രസംഗം, പള്ളിയിലെ പ്രസംഗമില്ലേ, ആ പ്രസംഗം ഓരോ ആഴ്ചയിലേക്കുമുള്ള സന്ദേശങ്ങളാണ്. ഓരോ ആഴ്ചയിലേക്ക് നമ്മളെ ഉത്തേജിപ്പിക്കുവാൻ, നമ്മെ ഇൻസ്പയർ ചെയ്യാൻ സാധ്യമാകുന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ നൽകുന്നു. ഈ 3 കാര്യങ്ങൾ ഒരു വിശ്വാസി ആരാധനയിൽ സംബന്ധിക്കാൻ തക്കവണ്ണം ദേവാലയത്തിൽ വരുമ്പോൾ ഉദ്ദേശിക്കുന്നു. അത് നമ്മുടെ മനസ്സിലുണ്ടാകണം. നേതൃത്വം കൊടുക്കുന്ന പുരോഹിതനും കൂടെ നിൽക്കുന്ന ശുശ്രൂഷകരും ഇതിന് പരികർമ്മികളായി നിൽക്കുന്ന എല്ലാവരും ഒരുപോലെ ചിന്തിക്കേണ്ട സംഗതിയാണ് ഈ 3 കാര്യങ്ങൾ. ഒന്നാമത്തെ ഏതാ ഞാൻ പറഞ്ഞേ, അദ്ദേഹത്തിന് ഒരു വിശ്വാസി ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ ഒരു ആത്മീയ പുതുക്കം ഉണ്ടാകണം. രണ്ടാമത്തത്, കൗദാശിക ബന്ധം, വിശുദ്ധ കുർബാന അനുഭവിക്കുവാൻ, അല്ലെങ്കിൽ ഏത് കുദാശയിലാണ് സംബന്ധിക്കുന്നതെങ്കിലും അതിലൂടെ ഒരു കൗദാശിക ബന്ധം, ക്രിസ്തുവുമായൊരു കൗദാശിക ബന്ധം രൂപപ്പെടാൻ തക്കവണ്ണം. മൂന്നാമത്, വചനത്തിൽ നിന്നുള്ള മാർഗദർശനം. വചനം പഠിച്ച് മനസ്സിലാക്കി അത് തൻ്റെ ജീവിതത്തിൻ്റെ വഴികാട്ടിയായി മാറാൻ തക്കവണ്ണമുള്ള ഒരു അനുഭവം ഉണ്ടാകണം. ഇത് ഓരോ ആരാധനയിൽ നിന്നും ഒരു വിശ്വാസി ആഗ്രഹിക്കേണ്ട കാര്യമാണ്. ആഗ്രഹിക്കേണ്ട കാര്യമാണ്. അത് നൽകുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുമ്പോഴാണ് നാം ഏറ്റെടുത്തിരിക്കുന്ന ശുശ്രൂഷ ഫലപ്രദമായി നിർവഹിക്കുന്നു എന്ന് വിലയിരുത്തുവാൻ കഴിയുകയുള്ളൂ. നാം അനുഷ്ഠിക്കുന്ന ശുശ്രൂഷ ഫലപ്രദമായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഈ 3 കാര്യങ്ങൾ ആരാധനയിലൂടെ അതിൽ സംബന്ധിക്കുന്ന വിശ്വാസിക്ക് ലഭ്യമാകുവാൻ തക്കവണ്ണം ഇടവരുന്ന സാഹചര്യം ഉണ്ടാകണം. അത് പ്രധാനപ്പെട്ട സംഗതിയാണ്. ആത്മീയമായ പുതുക്കം ഉണ്ടാകണം. നമ്മുടെ ആരാധന
നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഇത് ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയാണ്. അത് ഒരു എല്ലാ ആരാധനയും പുതിയതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ ഒരു അച്ഛന്മാരൊക്കെ 3 വർഷം മിനിമം ഒരു ഇടവകളിലേക്ക് നിയമിക്കപ്പെടുന്നവരാണ്. അവരാണ് എല്ലാ ആഴ്ചയിലും, മിക്ക ആഴ്ചയിലും അവർ തന്നെയാണ് കുർബാന ചെല്ലുന്നത്. പക്ഷേ ഓരോ കുർബാനയും നമുക്ക് പുതുതായിട്ടാണ് തോന്നുന്നത്. ഓരോ കുർബാനയും പുതുതായിട്ടാണ്. അങ്ങനെ ഓരോ കുർബാനയും പുതുതാണ്. ആദ്യ കുർബാന പോലെയാണ് ഓരോ അച്ഛൻ ചൊല്ലേണ്ടതും അങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആ ദേവാലയത്തിൽ ഓരോ ആരാധനയും പുതുതായിട്ടുള്ള ഒരു രീതിയിൽ ക്രമീകരിക്കുകയും ഒരു ആത്മീയ പുതുക്കത്തിന് വീണ്ടും വീണ്ടും ഓരോ പ്രാവശ്യവും ആത്മീയമായ പുതുക്കം പ്രാപിക്കാനുള്ള അവസരമായി വിശ്വാസിക്ക് ഫീൽ ചെയ്യുകയും ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ അതിനുള്ള രീതിയിലായിരിക്കണം. ഞങ്ങൾ സെമിനാരി പഠിക്കുമ്പോഴൊക്കെ മൽപ്പാനച്ചൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഓരോ കുർബാനയ്ക്കും വേണ്ടി നിങ്ങൾ ഒരുങ്ങുമ്പോൾ അത് എല്ലാ വസ്തുക്കളും, ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം പുതുതായിട്ട് വയ്ക്കണം. പുതുതായിട്ട് വയ്ക്കണമെന്ന് പറഞ്ഞാൽ എല്ലാം ധൂപക്കുറ്റി എല്ലാം ഓരോ പ്രാവശ്യം പുതിയത് വെക്കണമെന്നല്ല. ഓരോ കാര്യം കഴിയുമ്പോഴും അത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി അതൊരു പുതിയ ധൂപക്കുറ്റിയായിട്ട് വേണം ഉപയോഗിക്കാൻ. മെഴുകുതിരിക്കാൽ പോലും മെഴുകുതിരി എല്ലാം തുടച്ച് കട്ട് ചെയ്യേണ്ടത് കട്ട് ചെയ്ത് കളഞ്ഞ് ഭംഗിയാക്കി വെക്കണം. ഓരോ ആരാധനയിലും, ഓരോ ആരാധനയ്ക്കും വേണ്ടി നമ്മുടെ ജോലിയാണത്. അതങ്ങനെ ചെയ്യണം. ആ ഒരു ബാഹ്യമായ പുതുക്കം ആന്തരികമായ പുതുക്കത്തിലേക്ക് നമ്മെ വഴി നടത്തുകയും ചെയ്യും. നമ്മുടെ ആ ഒരുക്കം, നമ്മൾ ചെയ്യുന്ന തയ്യാറെടുപ്പുകൾ നമ്മെ ഒരുക്കും, നമ്മെ ആത്മീയ പുതുക്കത്തിലേക്ക് വരും. അപ്പം നമ്മൾ സംബന്ധിക്കുന്ന ഓരോ കുർബാനയും വിശ്വാസിക്ക് ആത്മീയ പുതുക്കം നൽകണമെങ്കിൽ അത് നമുക്ക് ആത്മീയ പുതുക്കം നൽകുന്നതായിരിക്കണമല്ലോ. അപ്പോൾ ആ ആത്മീയ പുതുക്കത്തിൻ്റെ ഒരുക്കം നമ്മൾ അവിടെ സംജാതമാക്കണം. മദ്ബഹായുടെ കാര്യങ്ങളിൽ, ശുശ്രൂഷയിൽ സംജാതമാക്കണം. ഒരുക്കത്തോടെന്ന് പറയുമ്പോൾ നമ്മൾ ഒരുങ്ങി ഭംഗിയായിട്ട് വരുന്നെന്ന് പറയുമ്പോൾ എനിക്ക് ഈ പണ്ട് പറ്റിയ ഒരു അനുഭവം ഞാൻ പറയാം. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പള്ളിയിൽ ഒരു വിശുദ്ധ കുർബാന ഞാൻ അനുഷ്ഠിച്ച് കഴിഞ്ഞ് വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോൾ കുർബാനയിൽ സെൻറ്റിൻ്റെ മണവും ആ ടേസ്റ്റും, ഈ നമ്മൾ മണം കാണിക്കുന്ന സെൻറ്റില്ലേ അതിൻ്റെതാ. അപ്പോൾ ഇത് ഞാനന്നേരം അവിടെ നിന്ന് ശുശ്രൂഷക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രധാന ശുശ്രൂഷക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഇതുണ്ടെന്ന്. അപ്പം കൂടെ നിന്ന് കൊച്ചു പിള്ളേരെല്ലാം പറഞ്ഞു, തിരുമേനി എല്ലാ പ്രാവശ്യവും ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് കറക്റ്റ് ചെയ്യാതെ എന്താ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? അച്ഛൻ പറയാറുണ്ട്, പക്ഷെ ഇങ്ങനെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഇയാൾ നല്ലോണം ഒരുങ്ങി വരുമ്പോഴേ രാവിലെ വരുമ്പോൾ ഇദ്ദേഹം ഈ സെൻറ്റ് ഉപയോഗിക്കും. അത് ഈ കയ്യിലെല്ലാം ഇങ്ങനെ തൂക്കും. എന്നിട്ട് ഈ കൈയെല്ലാം തൂത്തിട്ട് വന്നിട്ട് ഈ കൈ കഴുകാതെ വന്ന് ഇത് ചെയ്യും. അപ്പോൾ നമ്മൾ വൃത്തിയായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുങ്ങി ഭംഗിയായി സെൻ്റ് അടിച്ച് വന്നു എന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആകുന്നില്ല. ഒരുങ്ങി ഭംഗിയായിട്ട് വന്ന് ഇതിനകത്ത് ഇതേപോലെയുള്ള അനാവശ്യമായ കാര്യങ്ങളൊന്നും കയറാതെ തന്നെ അതിൻ്റെ ആ നിഷ്ഠയിൽ അത് നമ്മൾ ചെയ്യണം. അതന്ന് പിന്നെ കണ്ടുപിടിച്ച് അയാളെ അതിന് മാറ്റി. നമുക്കറിയാമോ, നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇറ്റ് ഷുഡ് ബി വിത്തൗട്ട് ബ്ലെമിഷ് അല്ലേ? ഊനമില്ലാത്ത കുഞ്ഞാടിനെയാണല്ലോ ബലിയർപ്പിക്കേണ്ടത് അല്ലേ? ഊനമില്ലാത്തതായിരിക്കണം, വിത്തൗട്ട് ബ്ലെമിഷ്. ഊനമില്ലാത്ത വസ്തുവായിരിക്കണം ദൈവസന്നിധിയിൽ അർപ്പിക്കേണ്ടത്. അങ്ങനെ അർപ്പിക്കുന്ന വസ്തു അപ്പോൾ നമ്മൾ അപ്പവീഞ്ഞുകൾ ക്രമീകരിക്കുമ്പോഴും എല്ലാം അത് ഊനമില്ലാത്തതായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാം പുതുക്കണം, എല്ലാം വൃത്തിയായി ആയിരിക്കണം, എല്ലാം മദ്ബഹായി എല്ലാം വൃത്തിയായിരിക്കണം. നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകളും അതുകൊണ്ട് നിങ്ങൾ പരിശീലിച്ചു വരണം. അതിനകത്തും വാക്കുകൾ പിഴയ്ക്കാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി വിത്തൗട്ട് ബ്ലെമിഷ്, ഊനമില്ലാത്തതായിരിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന വസ്തു മാത്രമല്ല, നമ്മൾ ഉച്ചരിക്കുന്ന വാക്കുകളും ഇറ്റ് ഷുഡ് ബി വിത്തൗട്ട് ബ്ലെമിഷ്, ഊനമില്ലാത്തതായിരിക്കണം. അതുകൊണ്ട് വളരെ ലെജിബിളായിട്ട് അത് ചൊല്ലാൻ ശീലിക്കണം, പഠിക്കണം. അത് തെറ്റുകൂടാതെ പറയുകയും വേണം. കാര്യം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന എല്ലാം അത് നമ്മൾ സമർപ്പിക്കുന്ന കാഴ്ചവസ്തു മാത്രമല്ല, നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകളും അത് ഊനമില്ലാത്തതായിരിക്കണം.
അത് വിശ്വാസിയെ ആത്മീയ പുതുക്കത്തിലേക്ക് നയിക്കുന്നതുമായിരിക്കണം. എങ്ങനെയെങ്കിലുമൊക്കെ ചാടിക്കയറി വന്ന്, പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ഈ തിരുമേനിമാരും ഒക്കെ വന്നു കഴിയുമ്പോൾ വായിച്ചു വരുമ്പോഴാണ് എടാ എന്താ ചൊല്ലണ്ടേന്ന് അറിയത്തില്ല. പട്ടക്കാരനാണോ, ആചാര്യനാണോ, പിതാവാണോ, ഇത് എന്താണെന്ന് അറിയത്തില്ല. അവിടെ പിന്നൊരു കോലാഹലമാണ്. നേരത്തെ ചൊല്ലുന്ന ആളതൊന്ന് പ്രാക്ടീസ് ചെയ്ത് ഒന്ന് നിൽക്കണം. കാര്യം നമ്മൾ ചൊല്ലുന്നത് ഊനമില്ലാത്തതായിരിക്കണം. ഇറ്റ് ഷുഡ് ബി വിത്തൗട്ട് ബ്ലെമിഷ്. ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഓരോ വാക്കും ഊനമില്ലാത്തതായിരിക്കണം എന്നുള്ളത്. അങ്ങനെ നാം ആ ആത്മാർത്ഥതയോടെ ചെയ്യുമ്പോൾ നമ്മളിൽ ആത്മീയ പുതുക്കം ഉണ്ടാകും. നമ്മിൽ ആരാധനയിൽ സംബന്ധിക്കുന്നവർക്ക് ആത്മീയമായ പുതുക്കം ഉണ്ടാകും. അപ്പം നമ്മുടെ അനുഷ്ഠിക്കുന്ന ആരാധന ജനത്തിന് ആത്മീയ പുതുക്കം ഉണ്ടാക്കുവാൻ തക്കവണ്ണം ഇടവരുന്നില്ലെങ്കിൽ ആ ആരാധന കൊണ്ട് അർത്ഥമില്ല. കാര്യം ഈ പ്രധാനപ്പെട്ടതാണ്, ഒന്നാമത്തെ സംഗതിയാണ്. ഒരു വിശ്വാസി ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ അനുഷ്ഠിക്കുന്നവർക്കും വിശ്വാസികൾക്കുമെല്ലാം ആത്മീയ പുതുക്കത്തിന് മുഖാന്തരമായി തീരണം. രണ്ടാമത് കൗദാശിക ബന്ധം സ്ഥാപിക്കപ്പെടണം. ക്രിസ്തുവുമായിട്ടുള്ള കൗദാശിക ബന്ധം സ്ഥാപിക്കപ്പെടണം. അതിന് നമുക്കറിയാമല്ലോ, വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ടുള്ള ഒരുക്കം നമുക്കുണ്ടാകണം. ഞാനിപ്പോഴും ഓർക്കുന്നു, പണ്ടൊരു പള്ളി ഞാൻ പോയപ്പോഴേ ഞാൻ തുയബ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പം ആ പള്ളിയിലെ ഏതോ ഒരു മീറ്റിംഗ്, അന്ന് ഞാൻ പ്രത്യേകമായിട്ട് അവിടെ ചെല്ലാൻ കാര്യം, അവിടെ എന്തോ ചടങ്ങുണ്ട്. അപ്പം അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നുണ്ട്. അപ്പം ഈ ശുശ്രൂഷക്കുള്ള പിള്ളേരൊക്കെ അവിടെ അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. കുറച്ച് പേരവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ വന്ന് തുയബ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ചെറുക്കൻ, ഒരു ശുശ്രൂഷക്കാരന് കയറി വന്നിട്ടേ ഈ സൈഡിൽ ഇരിക്കുന്ന വെള്ളമുണ്ടല്ലോ, കപ്പിനകത്ത് ഈ കുറച്ച് ചെറിയ സ്റ്റീൽ ജഗിനകത്ത് വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ കുർബാനയ്ക്ക് ഉപയോഗിക്കാനായിട്ട്, അവൻ അതിലെടുത്തിട്ടേ കളകളാന്ന് പറഞ്ഞ് കുടിക്കുക. അങ്ങനെ കുടിക്കുക. എനിക്ക് അതിശയം തോന്നി. ഞാൻ തുയബ നടത്തിക്കൊണ്ടിരിക്കുക. ഞാൻ ഒന്നും മിണ്ടിയൊന്നുമില്ല. തുയബ കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ എടാ, നീ ഇങ്ങനെയൊന്നും ചെയ്യരുത്, നീ ഇങ്ങനെയാണോ, രാവിലെ വല്ലതും കഴിച്ചിട്ടാണോ വരുന്നത്? ഇതൊക്കെ ഞാൻ ചോദിച്ചു അവനോട്. അപ്പോൾ അവൻ പറഞ്ഞു, അല്ല, വെള്ളം മാത്രമേ കുടിക്കുള്ളൂ. വെള്ളമല്ലേ. മദ്ബായിൽ നിന്നുണ്ട് അവനിത് ഇങ്ങനെ ചെയ്യുന്നത്. അതൊരു ആദ്യത്തെ ഒരു അനുഭവമായി മാറി. സത്യത്തിലെ ഈ വിശുദ്ധ കുർബാന അനുഭവത്തിൻ്റെ ആ അതൊരു അനുഷ്ഠാനത്തിന് വരുന്ന, ഒരു കർമ്മത്തിന് വരുന്ന ലാഘവത്തോടാണ് വന്നിരിക്കുന്നത്. അതാണ് അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ വ്യത്യസ്തത. അതൊരു വിശുദ്ധ കുർബാന അനുഭവത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തോടു കൂടിയല്ല വന്നിരിക്കുന്നത്. അതിനുള്ള ഒരുക്കം ഉണ്ടാകുന്നില്ല. ആ ഒരുക്കം പരിശീലിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല, മനസ്സിലാക്കുന്നില്ല. വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിന് മുമ്പ് ഭക്ഷണം ഒന്നും കഴിക്കരുതെന്ന് പറയുന്ന ഉണ്ടല്ലോ, ഇല്ലയോ? നിങ്ങൾക്കറിയാമല്ലോ അത്. അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എന്തുകൊണ്ടാണ്? മറ്റ് സഭാംഗങ്ങളിലൊക്കെ അത് ചെയ്യാറുണ്ട്, കഴിക്കാറുണ്ട്. ഭക്ഷണം കഴിച്ചിട്ടൊക്കെ വരും. മാർത്തോമാ സഭയിലോ കത്തോലിക്ക സഭയിലോ ഒക്കെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലായിരിക്കും. നമ്മൾ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നത്, വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ എന്താ? യേശു ക്രിസ്തുവിൻ്റെ ശരീരം, തിരുശരീരം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ സ്വീകരിക്കുകയാണല്ലേ. ക്രിസ്തുവിനെ സ്വീകരിക്കുക. യേശു ക്രിസ്തു ജനിച്ച ഉദരം, അതിനെപ്പറ്റി പറയുന്നത് എന്താ? കന്യകയുടെ ഉദരമാണ് അല്ലേ. വേറൊരു കുഞ്ഞിന് ജന്മം നൽകിയിട്ടില്ല, കന്യകയുടെ ഉദരമാണ്. ഒരു കുഞ്ഞിനെ ജന്മം നൽകിയിട്ടുണ്ടെന്ന് വിചാരിച്ച് കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ? അതിന് യേശു ക്രിസ്തു ആണല്ലോ. പക്ഷേ യേശു ക്രിസ്തു കന്യകയുടെ ഉദരത്തിലാണ് ജനിച്ചത്. ക്രിസ്തു കന്യകയുടെ ഉദരത്തിലാണ്. അവൾ കന്യകയായിരുന്നു. അതുകൊണ്ട് നമ്മൾ വിശുദ്ധ കുർബാന അനുഭവിക്കാനായി വരുമ്പോൾ ആ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്റ്റേണൽ ബോഡി അന്ന് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാൻ പാടില്ല. അത് ചെറുതായാലും വലുതായാലും, വെള്ളമായാലും കടുങ്കാപ്പി ആയാലും ചിക്കനായാലും എന്താണെങ്കിലും, മനസ്സിലായില്ലേ? കന്യകയായിരിക്കണം അന്നത്തെ സംബന്ധിച്ചിടത്തോളം. രണ്ടാമത് നിങ്ങൾക്കറിയാമല്ലോ, യേശുക്രിസ്തു കയറിയിരിക്കാനായിട്ട് ഒരു ഓശാനയ്ക്ക് ഒരു കഴുതക്കുട്ടിയെ
ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ആ കഴുതയ്ക്ക് ഒരു പ്രത്യേകത പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? ആരും സത്യത്തിൽ ഒരു കഴുത കുറേ മനുഷ്യന് പരിചയമുള്ള ഈ മനുഷ്യനെയൊക്കെ വെയിറ്റൊക്കെ എടുത്ത് മനുഷ്യനെയൊക്കെ ആയിട്ട് പരിചയമുള്ള കഴുതിയായിരുന്നു വെച്ച് കുഴപ്പമില്ലുണ്ട്. കുഴപ്പമൊന്നുമില്ല. പക്ഷെ ക്രിസ്തു കയറിയത് എവിടെയാ? അത് അവിടെയാ ക്രിസ്തു ഇരുന്നത്. അതാണ് പ്രധാനം. അങ്ങനെ ആരെങ്കിലും കഴുതിയായിരുന്നു കുഴപ്പമുണ്ടായതുകൊണ്ടല്ല. ക്രിസ്തു കയറിയത് ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത കഴുതക്കുട്ടിയുടെ മുകളിലാണ് ക്രിസ്തു കയറിയത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഉദരത്തിൽ ക്രിസ്തുവിനെ കയറ്റുകയാണല്ലോ. അപ്പൊ ആ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം മറ്റാരും കയറിക്കൂടരുത്. യേശു ക്രിസ്തു മരിച്ചു കഴിഞ്ഞപ്പം ക്രിസ്തുവിനെ വെച്ച് ഒരു കല്ലറയുടെ കഥ പറയുന്നുണ്ട്. എന്താ അവിടെ പറയുന്നത്? ആരെയും ഒരിക്കലും വച്ചിട്ടില്ലാത്ത. സാധാരണ യഹൂദന്മാരാണെങ്കിൽ അവരെ അടക്കുന്നത് പിതാക്കന്മാർ, അബ്രഹാമിനെ ഒക്കെ അടക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇസ്ഹാക്കും യാക്കോബും ഒക്കെ അടക്കപ്പെട്ടത് എവിടാ? അബ്രഹാമിന്റെ കല്ലറയിലാണ്. അവിടെയാണ് അടക്കപ്പെട്ടത്. പിതാക്കന്മാരോട് ചേർന്നു എന്നാ പറയുന്നത്. പക്ഷെ ക്രിസ്തുവിനെ വെച്ചത് അങ്ങനെ ഒരു ആരെയും വെച്ച കല്ലറയിലല്ല. കാര്യം അവന് ഭൂമിയിൽ പിതാവില്ലായിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് ആരെയും ഒരിക്കലും വച്ചിട്ടില്ലാത്തടത്താണ്. അതുകൊണ്ട് ആ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒന്നും അവിടെ മറ്റൊരു എക്സ്റ്റേണൽ ബോഡി വയ്ക്കരുത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു കൗദാശിക ബന്ധത്തിലേക്ക് നമ്മൾ ഒരുങ്ങുമ്പോൾ ആ ഒരുക്കം നമുക്ക് ആ ഒരുക്കത്തോടെ വന്ന് കൗദാശിക ബന്ധത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കണം. ആ ഒരുക്കത്തോടെ എല്ലാത്തിൻ്റെയും ആ ഒരുക്കം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒന്നാമതെന്താ പറഞ്ഞ്, ആത്മീയമായ പുതുക്കം. ഓരോ ആരാധന സംബന്ധിക്കുമ്പോഴും നമുക്ക് ആത്മീയമായ പുതുക്കം ഉണ്ടാകണം. രണ്ടാമത് കൗദാശിക ബന്ധത്തിലേക്ക് നമ്മൾ ആത്മാർത്ഥമായിട്ടും അതിൻ്റെ ഒരുക്കത്തോടും താല്പര്യത്തോടും കൂടി ആ കൗദാശിക ബന്ധത്തിലേക്ക് പ്രവേശിക്കണം. മൂന്നാമത് വചനത്തിൽ നിന്നുള്ള മാർഗദർശനം നമുക്ക് ലഭിക്കണം. ഓരോ കുർബാനയിലും നിങ്ങൾ ഈ സൈഡ് റൂമിൽ പോയി വർത്തമാനം പറഞ്ഞിരിക്കരുത്. പ്രസംഗിക്കുമ്പോൾ ഞാൻ എല്ലാ പള്ളിയിലും പ്രസംഗിക്കാൻ നേരം ശുശ്രൂഷകരെ പിടിച്ച് മുമ്പിലിരുത്തും. എല്ലാ പള്ളിയിലും ആദ്യം ചെയ്യുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും കഴിഞ്ഞാൽ പിന്നെ ആദ്യം ഇതൂടെ പറയും. ഞാൻ എന്താ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ ശുശ്രൂഷക്കാരും വന്ന് ഫ്രണ്ടിലിരിക്കുക എന്ന് ഞാൻ പറയും. സൈഡ് റൂമിൽ പോയി വർത്തമാനം പറഞ്ഞിരിക്കരുത്. കാരണം എന്താ? വചനം എന്തിനു വേണ്ടിയുള്ളതാണ്? നമ്മുടെ ജീവിതത്തിന് മാർഗദർശനം നൽകേണ്ട ആ ഒരാഴ്ചത്തേക്ക് നമ്മുടെ വഴികളെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം നമുക്ക് ലഭിക്കേണ്ട സന്ദേശം ഈ പ്രസംഗത്തിൽ നിന്ന് കിട്ടേണ്ടതാണ്. അപ്പം ഈ മൂന്ന് കാര്യങ്ങളും പ്രധാനമായിട്ടും ഒരാരാധനയുടെ പ്രത്യേകതകളായിട്ട് ഓരോ വിശ്വാസിക്കും ലഭ്യമാകത്ത തരത്തിലായിരിക്കണം നമ്മുടെ ആരാധനകൾ ക്രമീകരിക്കപ്പെടേണ്ട. അതിൽ ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കേണ്ടവരാണ് നിങ്ങൾ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. അപ്പം ആരാധന നടക്കുമ്പോൾ അതിന് സഹായികളായിട്ട് നിൽക്കുന്ന ഞാൻ ഈ സാധാരണ മദ്ബഹായിലെ ശുശ്രൂഷയ്ക്ക് കുട്ടികളെ പ്രവേശിപ്പിക്കുമ്പം പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ സർജറി നടക്കുമ്പോൾ സർജനും ടീമും കൂടാണല്ലോ നിൽക്കുന്നത്. സർജൻ അവർ ഈ സ്റ്റെറൈൽഡ് ആയിട്ടുള്ള വസ്തുക്കളൊക്കെ ധരിച്ച് കണ്ണ് മാത്രം പുറത്ത് കാണിച്ച് അങ്ങനെയല്ലേ ഈ സർജറി ചെയ്യുന്ന അവർ നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? സർജറി ചെയ്യുമ്പം നേഴ്സുമാരും എല്ലാം ടീം കാണുമല്ലോ അല്ലേ? ഈ സർജൻ സത്യത്തിലെ ഓരോ ആ കാര്യം വരുമ്പോഴും നേഴ്സ് അത് അന്നേരം എടുത്തു കൊടുക്കും. അങ്ങനെ കറക്റ്റായിട്ട് അയാൾ പറയത്തൊന്നുമില്ല, അയാൾ ചോദിക്കേണ്ട ആവശ്യം വരത്തില്ല. ആ നേഴ്സ് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അസിസ്റ്റ് ചെയ്യുന്ന നേഴ്സ് ഓരോ സംഗതി വരുമ്പോഴും കത്രികയാണോ, ബ്ലേഡാണോ, മറ്റേതാണോ, നൂലാണോ, എന്താണോ, പഞ്ഞിയാണോ, മരുന്നാണോ, എന്താണെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് എടുത്തു കൊടുക്കുന്നത്. അതേ ഇതിനകത്തോട്ട് നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുന്നത്. ഈ സർജറി നടത്തുമ്പോൾ ഇപ്പോൾ ഓപ്പൺ ഹാർട്ട് സർജറി നടത്തുമ്പോൾ അതിനകത്ത് ഇങ്ങനെ വേകുമ്പം ഇതിനകത്ത് നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുന്നത്. കൈ ഇങ്ങനെ കാണിക്കുകയുള്ളൂ, നേഴ്സിനെ നോക്കത്തില്ല. ചിലപ്പോൾ കൈ കാണിക്കുക ഉടനെ നേഴ്സ് എടുത്തു കൊടുക്കുന്നത് ഇതാ കറക്റ്റായിട്ടുള്ളതാ എടുത്തു കൊടുക്കുന്നത്. അങ്ങനെ
അത്രയും ശുഷ്കാന്തിയോടെയാണ് നേഴ്സ് നിൽക്കുന്നത്. കാര്യം മനുഷ്യ ശരീരം ഹാൻഡിൽ ചെയ്യല്ലേ, അത്രയും അത് 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂറും ചിലപ്പോൾ ഒരു സർജറി നീണ്ടുപോകുന്ന 12 മണിക്കൂറൊക്കെയാണ്. ഈ 12 മണിക്കൂർ ഈ ടീം ഇങ്ങനെയാ നിൽക്കുന്നത്. ഈ ടീം ഇങ്ങനെയാ ഇത്രയും ശുഷ്കാന്തിയോടെയാണ് നിൽക്കുന്നത്. വളരെ തീവ്രമായ അല്ലെങ്കിൽ വളരെ വളരെ കീനായിട്ട് അവർ നിൽക്കും. മനുഷ്യ ശരീരം അല്ലെങ്കിൽ അത് പ്രശ്നമാകും. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാകത്തില്ലേ? അപ്പൊ മനുഷ്യ ശരീരം ഹാൻഡിൽ ചെയ്യുമ്പോൾ, ഇത്രയും ശുഷ്കാന്തിയോടെ നിൽക്കുമ്പോൾ, വാട്ട് ബോഡി വി ഹാൻഡിൽ ഇൻ ദി സ്റ്റേബിൾ ഇൻ ദ ത്രോണോസിൽ എന്താ നമ്മൾ ഏത് ബോഡിയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ദ ഡിവൈൻ ബോഡി. When we handle human body, we take the maximum care. മനുഷ്യ ശരീരം ഹാൻഡിൽ ചെയ്യുമ്പം ഇത്രയും ശ്രദ്ധയോടാണ് നിൽക്കുന്നതെങ്കിൽ, when we handle divine body, how much seriousness we should keep. അതാണ് പ്രധാനം. എത്രമാത്രം ശ്രദ്ധ നമുക്കവിടെ ഉണ്ടാകണം. നമ്മൾ മദ്ബഹായിൽ അലസമായിട്ട് നിൽക്കുന്നവരുണ്ട്, ഓടി നടക്കുന്നവരുണ്ട്, ശ്രദ്ധിക്കാതെ നിൽക്കുന്നവരുണ്ട്, ഓരോ സമയത്തും ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് ചെയ്യാൻ പാടില്ലാതെ ഉറങ്ങിപ്പോകുന്നവരുണ്ട്. അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു സർജറി നടക്കുന്ന സർജൻ്റെ അടുക്കൽ നിൽക്കുന്ന ടീം, അവർ എത്രമാത്രം ശുഷ്കാന്തിയോടും ശ്രദ്ധയോടും കൂടി നിൽക്കുന്നുവോ അത്രയും ശ്രദ്ധയോടുകൂടി നിങ്ങൾ നിൽക്കണം. കാര്യം അവിടെ ഹാൻഡിൽ ചെയ്യപ്പെടുന്നത് ഡിവൈൻ ബോഡിയാണ്. മനുഷ്യ ശരീരം ഹാൻഡിൽ ചെയ്യുന്നതിനേക്കാൾ ശ്രദ്ധയോടെ ഹാൻഡിൽ ചെയ്യേണ്ട സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നിൽക്കണം. പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മുടെ മാത്യൂസ് ദിദിയൻ ബാവ തിയോബ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്ക് കുർബാന, ഇടദിവസം ഞായറാഴ്ചയല്ല, ഇടദിവസ കുർബാന. അപ്പോൾ ഈ ഇടദിവസങ്ങളിലെ ശ്ലീബ നമസ്കാരം ചിലരങ്ങോട്ട് ചൊല്ലാൻ തുടങ്ങിയാൽ 5 മിനിറ്റ് കൊണ്ട് തീരും. പ്രഭാതവും 3-ാം മണി 6-ാം മണി എല്ലാം ഒരു 5 അല്ലെ 10 മിനിറ്റ് കൊണ്ട് തീരും. തിരുമേനി കാപ്പൊക്കെ ഇട്ട് വന്ന് തിയോബ നടത്തി തുടങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ നമസ്കാരം തീർന്നു. അപ്പോൾ അവിടെ ഇന്ന് ശുശ്രൂഷക്കാരനെ വിളിച്ചു പറഞ്ഞ്, പ്രായമുള്ള ശുശ്രൂഷക്കാരനാണ്, അയാളെ വിളിച്ചു പറഞ്ഞ് പഴമ 2 വായിക്കാൻ പറഞ്ഞു. പഴമ വായിക്കാൻ പറഞ്ഞു. തിരുമേനി പഴമ 2 വായിക്കാമോ? അവൻ ഉടനെ പാഴ്സനേജ് പോയി 2 പഴം എടുത്തുകൊണ്ട് കൊടുത്തു. തിരുമേനിക്ക് ഷുഗർ ഡൗൺ ആയിരുന്നു. ഉറങ്ങി നിൽക്കുക, ഒരു ശ്രദ്ധയില്ലാതെ നിൽക്കുന്ന, അങ്ങനെയൊക്കെയുള്ള എന്തോക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധയില്ലാതെ നിൽക്കുന്നത് മൂലം കാണിക്കുന്ന തമാശകൾ. എത്ര സംഗതികളാണ് കാണിക്കുന്നത്. വായനയിലും ഒക്കെ ശ്രദ്ധയില്ലാതെ ചെയ്യുന്നത് കൊണ്ട്. അതുകൊണ്ട് മദ്ബഹായിലെ ശുശ്രൂഷക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ഒക്കെ പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഓരോ ക്ലാസ്സുകളിലുമായിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ശ്രദ്ധയോടെ നമ്മുടെ ഈ ശുശ്രൂഷയെ ക്രമീകരിക്കാം എന്നുള്ളത് നിങ്ങളെ ഇപ്പോൾ 500 വീട്ടുകാരുടെ പള്ളിയിൽ 500 വീട്ടുകാരുള്ള ഒരു ഫാമിലിയുള്ള ഒരു പള്ളിയാണെങ്കിൽ അതിൽ ഞായറാഴ്ച കുർബാനയ്ക്ക് ഒരു മിനിമം 1000 പേരെങ്കിലും വരുമല്ലോ, അല്ലേ? 1000 പേര് വരും. ഈ മനുഷ്യരെല്ലാവരും ഇങ്ങനെ ശ്രദ്ധയോടെ നിൽക്കുകയാണ് കുർബാനയ്ക്ക്. എന്തിനു വേണ്ടിയാ? അവർക്ക് ആത്മീയമായ പുതുക്കം ഉണ്ടാകണം, കൗദാശിക ബന്ധം നടക്കണം, വചനത്തിൽ നിന്നുള്ള മാർഗദർശനം ലഭിക്കണം. ഇതിനു വേണ്ടി ഈ മനുഷ്യരെല്ലാവരും ഈ ശ്രദ്ധയോടെ നിൽക്കുക. മദ്ബഹായ്ക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക, അവരുടെ ശ്രദ്ധയെയും അവരുടെ താല്പര്യത്തെയും അലോസരപ്പെടുത്തുന്ന തരത്തിലുള്ള പെർഫോമൻസ് മദ്ബഹായിൽ കാണിക്കുക, ശ്രദ്ധയില്ലാതെ തെറ്റുകൾ വായിക്കുക, അങ്ങനെയൊക്കെയുള്ള ചെയ്ത് കഴിയുമ്പോൾ ഈ മനുഷ്യരുടെ മുഴുവൻ ആ പ്രതീക്ഷയെയും നശിപ്പിച്ച് കളയുകയാണ് ഇവിടെ നിൽക്കുന്ന 4-5 ശുശ്രൂഷക്കാരെന്ന് ഓർക്കണം. അത് വലിയ പാപമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മദ്ബഹായിലായിരിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഏറ്റവും ശുഷ്കാന്തിയോടുകൂടി ആയിരിക്കണം എന്നുള്ളത് പ്രത്യേകമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങളെല്ലാവരെയും കണ്ടതിലുള്ള സന്തോഷം അറിയിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.